ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് ഞാനൊരു നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും ഒന്ന് കാണണം. അപ്പം ആദ്യം തന്നെ ഞാനിത് റേഷൻ പച്ചരിയാണ്. ഒരു നാഴിയും കുറച്ചും കൂടെ അരി എടുത്തിട്ടുണ്ട്. അതിന് നല്ല വൃത്തിയായിട്ട് ഒരു 2-3 വെള്ളം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ അതൊന്ന് കുതിരാൻ വേണ്ടി അടച്ച് മാറ്റി വയ്ക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിത് ഫുള്ളുമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അതിലേക്ക് ശകലം വെള്ളം, പച്ചവെള്ളമാണ്, പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിൽ ഞാനിതൊന്ന് ശർക്കര പാനി ആക്കാൻ വേണ്ടി വച്ചേക്കുവാണ്. അതിന് ശർക്കര പാനി ആയതിന് ശേഷം അത് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള കല്ല് അതൊക്കെ ആ അരിപ്പിൽ വരും. അതിനുശേഷം ഞാൻ അപ്പോഴേക്കും അരി ഒന്ന് കുതിർന്ന് വന്നായിരുന്നു. അതിനെ ഞാനൊന്ന് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം അതിൽ ഞാൻ ശർക്കര പാനി ഒഴിച്ചാണ് അടിച്ചെടുക്കുന്നത്. ഒരിക്കലും ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഈ ശർക്കര പാനി മാത്രം മതിയാകും. അതിൽ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഒരു ബാച്ച് ഞാൻ അടിച്ചെടുത്തതിന് ശേഷം സെക്കൻഡ് ബാച്ചിൽ ഞാൻ 1 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദാപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനത് മാറ്റി വയ്ക്കുവാണ്. ഇതിൽ കാണുന്ന ആ ഒരു തിക്നെസ് ബാറ്ററിന് നമുക്ക് ആവശ്യമാണ്. കാര്യം നെയ്യപ്പം കോരി ഒഴിക്കുമ്പോൾ ലൂസായിട്ടുള്ള അത് പാടില്ല. ഈ തിക്നെസ് അതിന് വേണ്ടി വരും. അതിനുശേഷം ഒരു 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ എപ്പോഴാണ് നെയ്യപ്പം ചൂടായി എടുക്കുന്നത് ആ സമയത്ത് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച്, ഇത് ഉണക്കത്തേങ്ങയാണ്, ഉണക്കത്തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എള്ളുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കുക. പക്ഷേ എൻ്റെ എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ചുട്ട് തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നല്ല വൃത്തിയായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ തീ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നെയ്യപ്പം ഒഴിച്ച് കൊടുക്കാവൂ. കാര്യം ഫുൾ തീയിലിട്ട് കൊടുത്താൽ ഇത് കരിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉള്ളു വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഉള്ളു വേവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരും. അതിനുശേഷം അതിനെ തിരിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്യപ്പം പല രീതിയിൽ പല തരത്തിലും എല്ലാവരും ചെയ്ത് നോക്കും. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഇത് നല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണ നെയ്യപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പലരും പല രീതിയിലാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയല്ല, വേറെ രീതിയാണ്, അതാണ് നല്ലത് എന്നൊക്കെ എല്ലാവരും ചിലപ്പോൾ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ, ആ രീതിയിൽ ചെയ്തെടുത്താലേ ചിലർക്ക് അതൊരു തൃപ്തിയായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തപ്പോൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ. അല്ലാതെ പല രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് പറയണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ കിട്ടും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.